ഗായ്സ് ഞങ്ങളില്ലേ കഴിഞ്ഞ ആഴ്ച എങ്ങോട്ടും പോയിട്ടില്ല, റൂമിലിരുന്ന് പബ്ജിയും കളിച്ചിരിക്കേനി. ഈ ആഴ്ച നമ്മളൊരു ആഴ്ച അതിൽ സാറിട്ട് അടക്കാണ്, ഇങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഈ വീക്കെൻഡിൽ ഇതിലേക്ക് കാണണം എന്തോ മാറ്റ് മേടിച്ച് തന്ന്. ഇനി നമ്മളൊന്ന് ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ കുക്ക് ഇനി ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനം മേടിക്കണം ഗൈസ്. ബിരിയാണി മേടിക്കല്ലേ, അല്ല ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മേടിക്കല്ലേ. ഓക്കെ, ഞങ്ങള് എങ്ങോട്ടേലൊക്കെ പോവാണ്. ലൊക്കേഷൻ ഒന്നും ഇല്ല, ബാക്കിൽ സാധനങ്ങളൊക്കെ ഉണ്ട്, ഫുള്ള് വൈബാണ്. നമ്മളൊന്ന് എന്താ പറയാ, അല്ല ഞാൻ ബിരിയാണി ഉണ്ടാക്കും. എനിക്കറിയില്ല, ചെക്കനൊരു സ്പെഷ്യൽ മലബാർ ബിരിയാണി ഉണ്ടാക്കുന്ന ആരുണ്ട്, എനിക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഞാനാണ് കഫ്തീരിയ പണിയെടുത്തത്, പക്ഷെ എനിക്കറിയില്ല. കണ്ടോളി, ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചിക്കണേ. അല്ല എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. നിങ്ങൾ എല്ലാവരും കണ്ടു, നല്ല അടിപൊളി ടേസ്റ്റ് സാധനം ഞാൻ ഉണ്ടാക്കും. ഞാൻ വീഡിയോ കണ്ടെന്ന് മൊത്തം പഠിച്ചു വെച്ചിരിക്കുന്നു. ഡയലോഗ് പക്ഷെ എവിടെ പോണ്ടിന്ന് മാത്രം അറിയില്ല കേട്ടാ. ഇവിടെ ഒരു ലൊക്കേഷൻ കണ്ടിരിക്കുന്നത് 90 അവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. നിയർ ക്യാമ്പിംഗ് അടിക്കുക. എന്താ വീക്കെൻഡ് കഴിഞ്ഞ ആഴ്ച ഓൾറെഡി മൂഞ്ചിരിക്കണ ഈ ചെങ്ങായെ കൊണ്ട്. ഈ ആഴ്ച മൂഞ്ചി മൊത്തം പബ്ജി കളിച്ചിരുന്ന് മൊത്തതാക്കി. ഇന്ന് അങ്ങനെ ആവില്ല. ഓക്കെ, അവർ നമുക്ക് നല്ല പോവല്ലേ. ബൈ 40 കിലോമീറ്ററോളം ഇനി സ്ട്രെയിറ്റ് ആണ് ഇനി പോണ്ടി. ഒരു ഐഡിയ ഇല്ല എവിടൊക്കെ പോടുന്നൊരു ഐഡിയ ഇല്ല. ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ചിരിക്കണത്, ഒന്ന് പോയോക്കെ, അത്രേ ഉള്ളൂ. ബൈ ഇത് ഏത് ഏരിയ എന്നൊന്നും മനസ്സിലാവണില്ല. അല്ലോ, ഒരു ഓഫ് റോഡ് വണ്ടി ഇല്ലാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ. ഒന്നായിട്ട് കിടന്ന് കുല്ലിങ്ങണ്. എവിടെയാണത്? അവിടെ കുറച്ച് ആൾക്കാരുണ്ടോന്നല്ലേ? ആൾക്കാരാണോ എന്താ വീടാണോ എന്താ നമുക്കൊന്നും ഐഡിയ ഇല്ല. സൈക്കോ ഉണ്ടാവും, സൈക്കോ പേടിയാണ്. പിടിക്കും, പ്രേതം പിടിക്കും. പാട്ട് കുറച്ച് സൗണ്ട് കുറച്ചാ പേടിയാവുന്നു. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ടെന്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചാണ്. ചെയർ കാര്യങ്ങൾ, കുക്ക് ചെയ്യാനുള്ള ടേബിളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ വെക്കാനാണ് പ്ലാൻ. ഇത് എവിടെ തന്നെ ഇത്? അപ്പോൾ ഇനി എല്ലാ സാധനങ്ങളും ഇനി എന്താട്ടണം, ബാക്കിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം എടുക്കണം. ടോയ് കാറൊക്കെ എടുക്കാം, നമ്മൾ ചാർജ് ചെയ്ത് പോകുന്നറിയില്ല. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഇറക്കിയിട്ട് ബാക്കിയൊക്കെ കഴിഞ്ഞിട്ട് നോക്കാം ഇനി എന്താവുന്നു. അപ്പോൾ ഇതെന്താടണം, ഇത് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റും. അങ്ങനെ നിൽക്കുമല്ലോ. അവിടെ നിന്ന് പോകും. ആ പണി തുടങ്ങല്ലേ. അവൻ അവിടെ ലൈറ്റൊക്കെ തൂക്കിടാൻ തുടങ്ങി. ഏസ് നമ്മളില്ലേ ഇവിടെ നിന്ന് നമ്മൾ മാറാണ്. എന്താണ് അവിടെ ഏതോ നല്ലൊരു സ്ഥലം ഉണ്ടല്ലേ, അപ്പോൾ അവിടേക്ക് ഒന്ന് പോയി നോക്കാം. എല്ലാം ഒന്ന് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റിലൊന്ന് ഉള്ളിലേക്ക് കയറ്റിയാണ്ടെന്ന് ഇവിടുന്ന് പോയി നോക്കാം. ആ റോട്ടിന് നേരെ ഒരു 100 മീറ്റർ ഉള്ളെന്ന് പറഞ്ഞു. ഒന്ന് പോയി നോക്കിയിട്ട് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ക്യാമ്പ് അടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം. സെറ്റ്. അല്ല അവിടെ ഉള്ളിലുണ്ട്. നമ്മളില്ലേ ഇവിടെ ടെൻറ്റ് ഇവിടെ അടിച്ചിങ്ങനെ കേട്ടോ. പിന്നെ ഇവിടെ എന്താ പുഴയൊക്കെ മാതിരിയുണ്ട്. അപ്പം അവിടെ കുറച്ച് ആൾക്കാർ പറഞ്ഞു ഇവിടെ നല്ല സ്ഥലമുണ്ട്. നമുക്ക് നല്ല സ്ഥലം തന്നെ കിട്ടി. പിന്നെ എൻ്റെ ഒരു മെയിൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് സാധനങ്ങൾ ആവശ്യമുള്ളത് മാത്രം വാങ്ങിയിട്ടുള്ളൂ. അതൊക്കെ കണ്ടുള്ളി. എൻ്റെ ഇവിടെ പാർക്ക് ചെയ്ത് ഏതോ വൈബിലേ. ഇവിടെ നല്ലൊരു കുളിര് പോലത്തെ തണുപ്പ്, കുഴപ്പമില്ല. ഒരു നല്ല നോർമൽ എത്ര ഡിഗ്രിയാണ് എന്താണ് ഇവിടെ സെൽഷ്യസ് ഒക്കെ എങ്ങനെയാണ് ഒന്നൊരു 18 15 ഒന്നിന്. പാത്രമൊക്കെ ആക്കി അത് സെറ്റാക്കി കുക്ക് ചെയ്തിട്ട് ബാക്കി പരിപാടി നോക്കാം. ഞാൻ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. കണ്ടോ, ഈ പണി UK എടുത്തേക്കാണെങ്കിൽ എനിക്ക് എത്ര പൈസ ഉണ്ടാക്കാം ഇല്ല അറിയണ്ടേ ജി? നോക്കാം ഈ പണിയില്ലേ. എന്തൊക്കെ ഉണ്ട് ഇവിടെ. ഞാനാണ് കുക്ക്, അപ്പോൾ ഇവനാണ് ക്ലീൻ ചെയ്യുന്ന ആള്. കുക്കിൻ്റെ അടുത്ത് ക്ലീൻ ചെയ്യാൻ പറയുന്നത്. ഓക്കെ ഞാൻ ക്ലീൻ മാത്രമേ, ബാക്കി മൊത്തം ഉണ്ടാക്കിയാണ്ടി. കണ്ടോ എൻ്റെ ബിരിയാണി കണ്ടോ, കൈയൊക്കെ തരിക്കും ഇങ്ങനെ ഉണ്ടാക്കാനും. അപ്പോൾ ഗൈസ് ഇന്ന് ചെക്ക നല്ല കിടിലം ബിരിയാണി ഉണ്ടാക്കുന്നവരാണ്. നമുക്ക് നോക്കി വെക്കാം. ചെക്ക ഇവിടെ എല്ലാ സാധനങ്ങളും എല്ലാം സെറ്റാക്കി വെച്ചാണ്. അപ്പം റെഡി ആയിക്കാണ് അല്ലേ? അപ്പം എന്താ കാര്യങ്ങൾ? ഞാനില്ലേ ഇന്ന് മൊത്തം യൂട്യൂബൊക്കെ നോക്കി എങ്ങനെ ബിരിയാണി ഉണ്ടാക്കണമെന്നൊക്കെ കറക്റ്റ് മനസ്സിലാക്കി വെച്ചിരിക്കണം. സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ റെഡിയാണ്. നമ്മൾ പച്ചക്കറി ഇതൊക്കെ മതി. പിന്നെ നമുക്ക് ഉണ്ടാക്കും മാത്രമല്ല ചിക്കന്. അരിയോടെ അരി, പിന്നെ ചിക്കൻ ബിരിയാണി മസാല ഒന്നുമില്ലേ. അതെ. അപ്പം തുടങ്ങാൻ പോവാണ്. ആദ്യം നന്നായിട്ടൊന്ന് കഴുകുക. അപ്പോൾ ഒക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് പരിപാടിനെ തുടങ്ങാം. നമ്മളൊക്കെ അരിഞ്ഞു വെച്ചിരിക്കണ്. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓയിൽ മേടിച്ചിട്ടില്ല. ഓയിൽ ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് ഉണ്ടാക്കി വെക്കാം. നമ്മൾ വേറെ ചെയ്യാറില്ലല്ലോ. ഇവിടെ എവിടെ ഈ കാട്ടുമുക്കിൽ ഇവിടെ സ്റ്റോർ ഉണ്ടോ? ഇല്ല. അടുത്ത് ഉണ്ടാക്കാതെ വേറെ വകുപ്പില്ല. അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് കഴുകി നല്ല വാഷ് ചെയ്യാം. പൊളിച്ച് ഓൾറെഡി ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്തത് അരി കഴുകാം.
ഈ അരി ഓവറാണോ? ഇപ്പം നമ്മൾ അരിയൊക്കെ ഫുള്ള് കേക്കിട്ടുണ്ട്. ഞാൻ അടുത്ത പണി നമുക്ക് സിലിണ്ടർ കണക്ട് ചെയ്യാം. നമുക്ക് ആദ്യം ഉള്ളി വാട്ടാം, പക്ഷെ ഓയിലൊന്നുമില്ല. ഏത് വൈബ് മറ്റേ കണ്ടോ, ഓയിലില്ല പക്ഷെ വെള്ളം കൊണ്ട് നമ്മൾ ഉപ്പിടാം. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ടാണ്. പച്ചവെള്ളത്തിൽ ഉള്ളി ഏകദേശം വാടി തുടങ്ങി. നമുക്ക് തക്കാളി ഇടാം, ബാക്കിയുള്ളതും കൂടെ അങ്ങോട്ട് ഇടാം. നല്ലതല്ലേ, നന്നായിട്ട് ഇളക്കാം. ബിരിയാണിയിൽ ഇങ്ങനെ മസാല ഇടുമെന്ന് അറിയില്ല, എന്നാലും ഇടാണ്. കുറച്ച് മഞ്ഞപ്പൊടി, പേരിന് കുറച്ച് മുളകും പൊടി, പേരിന്. നമ്മൾ ചിക്കൻ ഇടാണ്. ബിരിയാണി മസാല മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റിൻ്റെ മേലെ നമ്മൾ വെച്ചിട്ടോ, ഇത്രയൊക്കെ മതി. ആയി ചിക്കനൊക്കെ ആയി. അപ്പം ഞാൻ അടുത്ത പണി, അടുത്ത നമുക്ക് അരി ഇടാം. അരി പിന്നെ മേലെ ഇടല്? അങ്ങനെ തന്നെ, അങ്ങനല്ലേ? അങ്ങനെ തന്നെ എനിക്കറിയാം. വെള്ളം ഒഴിക്കണോ? വെള്ളം ഒഴിക്കണം. മസാല ഒക്കെ ഇങ്ങനെ തന്നെ. ഇത് കണ്ടോ, ഈ സാധനം കണ്ടോ? വീഡിയോ നമ്മളെന്താ ഇടണം? ഇനി കുറച്ച് ഇതൊക്കെ അത് ലാസ്റ്റ് ആയിട്ട് അല്ലല്ല, അപ്പോഴാണ് അത് വേവണം. അത് കുറച്ച് ഇത് ഒരു 2 ഇട്ട് കൊടുക്കാം. ഐ തിങ്ക് സോ, ഇങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നത്. മൂടിയേക്കാം. സൈഡിലും ഉണ്ട് കല്ലും കൂടെ വെക്കല്ലേ. ദമ്മാവൻ നമ്മള് അൺബോക്സ് ചെയ്യാൻ പോവാണ്. തുറക്കട്ടെ. കറക്റ്റ് അല്ലേ സാധനം? എണ്ണ ഇല്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അടിപൊളി. എന്താ പാടി? ഇനി ഇളക്കണ മസാല എല്ലാത്തിലും പിടിക്കണ്ടേ? ഹെൽത്ത് ബിരിയാണിയാണ്. ഒരു ഡിയോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതിയല്ലേ. ഒരു ചിക്കൻ്റെ പീസ് എടുക്കുക. ഉപ്പൊക്കെ ഉണ്ടെന്നാവും ഒന്ന് പറയണ കേട്ടോ. ചോറ് കുറച്ച് വേവ് കൂടി. എന്നാലും ഒന്ന് പറഞ്ഞേ. അങ്ങനെ സീരിയസ് ആയിട്ട് പറയും. പഠിച്ചാൻ സത്യോ അങ്ങനെ. അപ്പൊ ഞാൻ ചെയ്യാം. കാര്യം എന്താ വെച്ചാല് ഞാന് ഇങ്ങനെയും ടേസ്റ്റ് ഉണ്ടാവില്ല വിചാരിച്ചില്ല. ഓയിലില്ലല്ലോ. ഓയിൽ ഇത് ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ചിക്കൻ മസാല ഇട്ടോണ്ടാണ് അറിയില്ല. ഞാൻ കഴിച്ചു നോക്കാണേ. കഴിച്ചു നോക്കിയാ അടിപൊളി എന്താന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു ചിക്കൻ പീസ് എടുത്തേക്ക്. ആണ് നല്ല ഫ്ലേവർ ഉണ്ടാ. അതന്നെ ഞാൻ പറയണത്. ഞാൻ ഉണ്ടാക്കി തന്നെയാണോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനിയൊന്നും കുറച്ചുകൂടി നേരത്തെ എടുത്തുകാന്നുണ്ട് നല്ലതീ കിട്ടി. അതെ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ബിരിയാണി ഒരു രക്ഷയില്ല. ഞാൻ ഉള്ളതുകൊണ്ട് പറയാണ്. ഞാൻ വീഡിയോയിൽ കാണാൻ ചിലപ്പോൾ അടിപൊളിയായിരിക്കും. ഞാൻ നേരിട്ട് വന്ന് കഴിച്ചു നോക്കണം. കാരണം ഇതില് ഞാൻ ആദ്യം വിചാരിച്ചു ഓയിലില്ല, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇതങ്ങനല്ല. പക്ഷെ മിസ്റ്റേക്ക് ഉണ്ട്. എന്താ വെച്ചാൽ വേവ് ഇച്ചിരി കൂടി. അത് നോർമൽ അല്ലേ, ആരായാലും തുടങ്ങുമ്പോൾ ഉണ്ടാവല്ലോ. നമ്മൾ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോവാട്ടോ. ഹെൽത്തി ബിരിയാണി മാത്രം. എവിടെ തുടങ്ങാം? അപ്പോൾ ബിസിനസ് മെയിൻ ആയിപ്പോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഗൈസ് ഗുഡ് നൈറ്റ്. നമ്മൾ നാളെ രാവിലെ കാണാം. തലം കിടക്കോ ഈ സൈഡ് വെക്കല്ലേ? അവിടേക്കൊരു താന്നിട്ടോ. ഓക്കെ അപ്പോൾ ഗുഡ് നൈറ്റ് ഗോയ്സ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ ക്യാമ്പ് അടിച്ചേർത്ത് ഇവിടുന്ന് ഇങ്ങനെ കുക്കിങ് ചെയ്ത് ഫുള്ള് സെറ്റാക്കി. ഫ്രണ്ടിൽ ഒരു നമ്മളിങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക റിലാക്സ് സൗണ്ട് കേൾക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ എന്ന് വെച്ചാൽ അവിടെ ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ വെറുതെ പോയോക്കട്ടെ. അവിടെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിക്കോട്ടെ. മാഗി ഉണ്ടാക്കണം. സെറ്റ് മാഗി ഉണ്ടാക്കാൻ പോവാം. സമയം ഇപ്പം എത്ര? ഇവിടെ 10:30. ശരി എന്നാ. എന്താ അറിയില്ല, എനിക്ക് ഹെലികോപ്റ്റർ വർത്താൻ പൂതിയാവണേ. നമ്മുടെ അടുത്തൊരു കിടിലൻ സാധനം ഉണ്ട്, ഗൂസ്കിൻ്റെ. ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനൊക്കെ അതിനൊക്കെ പറ്റും. ഇതാണ് നമ്മുടെ അടുത്തുള്ള ഗൂസ്കിൻ്റെ സാധനം. പിന്നെ മോട്ടി ഫ്ലൈ ചെയ്യുന്നത് ഇതിന് 2000 ദിറംസ് എന്താണ്, 2000 ദിറംസിൻ്റെ അടുത്ത് എന്താണ്. പിന്നെ നമ്മൾ 3 ബാറ്ററി ഒക്കെ എക്സ്ട്രാ മേടിച്ച് എന്തായാലും ഇങ്ങനെ വന്നതല്ലേ, നമ്മൾ ഫ്ലൈ ഒക്കെ ചെയ്തിട്ട് പോവാം. ഈ സാധനം ഉണ്ടല്ലോ, ഞാൻ തന്നെ മൊത്തം റിപ്പയർ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളത്തെ റാഡൊക്കെ മാറ്റിയതാണ്. പക്ഷേ ഇത് മാറ്റിയിട്ടില്ല. ഇവിടുത്തെ ബെൻഡ് ഉണ്ട്, അതും പിന്നെ മാറ്റാം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാം കറക്റ്റാണ് തോന്നുന്നുണ്ട്. നോക്കി വെക്കാം, പറത്തി വെക്കട്ടെ.
തെറ്റുണ്ടോ? അവിടെ ഇത് ശരിക്കും കോട്ടർ പോണാരിടാ. തലേക്ക് പോ. അത് നോക്ക്. ഇതല്ലേ ഞാൻ തന്നെ നന്നാക്കിയതാണ് സംഭവം. ഓക്കെയാണ്, വർക്കിംഗ് ആണ്. എടുക്കുക അത് ചെയ്യട്ടോ. ബാക്കില് നമ്മളെ ആശാന്മാരൊക്കെ വരുന്നുണ്ട്. ബാക്കിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ചെക്ക ഫുള്ള് മറ്റേ സോങ് കിട്ടിക്കിട്ട് ഇപ്പൊ മനസ്സിലാവണില്ല. ഈ എങ്കില്ലേ എങ്ങനെ ഈ റൂട്ട് ഇങ്ങനെ കാണുമ്പില്ലേ അവിടെ ഇങ്ങനെ വണ്ടിയൊക്കെ ഇങ്ങോട്ട് നേരെ മറ്റേ ചീട്ടി കളിക്കാൻ തോന്നുന്നുണ്ട്. വണ്ടി ഇങ്ങനെ നേരെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് അങ്ങനെ 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 പോണം. എന്താണ് അതോ കാറ്റടിക്കണേ. നമ്മൾ പോണേ 150 അത് ഭയങ്കര കാറ്റാണ്. കാറ്റ് കൂട്ടെ എന്തൊക്കെയോ അവിടെ അങ്ങനെ നമ്മള് ദുബായിലോട്ട് പോകുന്നു. ബൈ